ഈ വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3ാം ടേം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുന്നണി വിടുന്നില്ല എന്ന കാര്യം ജോസ് കെ മാണി പല പ്രാവശ്യം മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. UDF-ലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ മാധ്യമ സൃഷ്ടികളാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന് UDF-നൊപ്പം പോകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ സജീവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി. ഇന്ന് ആ ചർച്ചകൾ ഒന്നുകൂടി ചൂടുപിടിച്ചിരിക്കുകയാണ്. ദൃശ്യമാധ്യമങ്ങളിലടക്കം വലിയ നിലയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം LDF വിടുമോ? ഏജനെറ്റ് ന്യൂസിനൊപ്പം ഇപ്പോൾ ചേരുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ശ്രീ മാത്യു കുന്നപ്പള്ളിയാണ്. മാത്യു കുന്നപ്പള്ളി ഇത് സംബന്ധിച്ച നിലപാടുകൾ വ്യക്തമാക്കുകയാണ്. നമസ്കാരം. കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തു വരുന്നു, UDF-നൊപ്പം പോകുന്നു എന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിൽ ഒന്ന്. എന്താണ് അങ്ങക്ക് ഈ വിഷയത്തിലുള്ള നിലപാട്? പാർട്ടി അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടുണ്ടോ? കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലും പേപ്പറുകളിലുമൊക്കെ കേരള കോൺഗ്രസ് എം മുന്നണി വിടുമെന്നുള്ള വാർത്തകൾ സജീവമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് UDF-ൽ നിന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നത്. 6 വർഷക്കാലമായി ഇടതുപക്ഷ മുന്നണിയുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. ഈ വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇടതുപക്ഷ മുന്നണിയായിട്ടോ അവരുടെ സംവിധാനങ്ങളായിട്ടോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് യാതൊരു പ്രശ്നങ്ങളും നിലവിലില്ല. UDF-ലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ മാധ്യമ സൃഷ്ടികളാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ന് വരെ അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നിട്ടില്ല, ചർച്ചയുടെ പ്രസക്തിയുമില്ല. ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി വിട്ട് UDF-ലേക്ക് പോകുന്ന സാഹചര്യം ഇന്ന് വരെ നിലവിലില്ല. ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്ര വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തില്ല, പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ. അതുപോലെ തന്നെ LDF തീരുമാനിച്ചിരിക്കുന്ന ജാഥയിൽ ഒരു ജാഥയുടെ ലീഡർ ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി ആ ജാഥ നയിക്കാൻ സാധ്യതയില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ ആ വാർത്തകളും UDF വിടുന്നു എന്നുള്ള തമ്മിലുള്ള വാർത്തകളും ഒത്തുനോക്കുമ്പോൾ ആ നിലയിലുള്ള ഒരു അഭിപ്രായ രൂപീകരണം പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള സൂചന എന്തെങ്കിലും ഉണ്ടോ? സംസ്ഥാനത്ത് നടന്ന സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കില്ല എന്നുള്ള വിവരം മുൻകൂട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിയിച്ചതാണ്. അദ്ദേഹം ഫാമിലി സഹിതം ഡൽഹിയിലോ ആണുള്ളത്. അത് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതാണ്. ജാഥയുടെ കാര്യത്തിൽ മാറ്റമുള്ളതായിട്ട് എനിക്കറിയില്ല. മധ്യമേഖലാ ജാഥ നയിക്കുന്നത് ജോസ് കെ മാണിയാണ്. അതും ഇതും തമ്മിൽ ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളല്ലാതെ അതിലപ്പുറം ഒന്നും ഇതിനെക്കുറിച്ചില്ല. ഇന്നലത്തെ സമരത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മന്ത്രി അടക്കം സകല നേതാക്കന്മാരുമായ യോഗത്തിൽ പങ്കെടുക്കുകയും ആ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജോസ് കെ മാണി പങ്കെടുക്കാത്തത് അസൗകര്യം മൂലം പങ്കെടുക്കാത്തതാണ്. അതും ഇതും തമ്മിൽ കൂട്ടിക്കൊടുക്കേണ്ടതായ യാതൊരു വിഷയവും ഇന്ന് നിലവിലില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും അതിൻ്റെ റിസൾട്ടുമൊക്കെ LDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് എം എങ്ങനെ വിലയിരുത്തുന്നു? അത്തരമൊരു വിലയിരുത്തലിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കുമോ ഇത്തരമൊരു ചർച്ച പാർട്ടിയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ടാവുക? തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയം സംഭവിച്ചു എന്ന കാര്യം സത്യമാണ്. ആ പരാജയം സംഭവിക്കാനുള്ള കാരണങ്ങൾ മുന്നണി സംവിധാനത്തിലും ഓരോരോ പാർട്ടികളും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 16-ാം തീയതി പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് കൂടുകയാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കേരള കോൺഗ്രസ് പാർട്ടി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായ തിരഞ്ഞെടുപ്പ് അവലോകനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനുശേഷം മറ്റുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. തിരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മധ്യ തിരുവിതാംകൂറിൽ ചെറിയൊരു പരാജയമല്ലാതെ വലിയൊരു പരാജയം ഞങ്ങൾക്ക് സംഭവിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 4 സീറ്റുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5 ആയിരുന്നു. അങ്ങനെ ചെറിയ പരാജയങ്ങൾ ഉണ്ടായത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു പരാജയം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ടായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കണ്ണൂർ ജില്ലയിലാണെങ്കിലും പരാജയം സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നപ്പോൾ ജില്ലയിൽ LDF-ന് 3 പഞ്ചായത്തുകൾ UDF-ൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ പഞ്ചായത്തുകളൊക്കെ ഇപ്പോൾ തിരിച്ച് UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. പരാജയം സംഭവിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ആ പരാജയം തിരുത്തിക്കൊണ്ട് വരും തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ
മന്ത്രി റോഷി അഗസ്റ്റിൻ മാത്രമാണ് ഈ വാർത്തകൾ പ്രതിരോധിച്ചുകൊണ്ട് സജീവമായി രംഗത്ത് വരുന്നു. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടു, പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇട്ട് തുടരും എന്ന പോസ്റ്റൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ഈ വാർത്തകളോട് വലിയ നിലയിൽ പ്രതികരിക്കുന്നില്ല. സംസ്ഥാന തലത്തിലായാലും ആ നിലയിലുള്ള ഒരു പ്രതികരണം വരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ഉൾപിരിവുകൾ പാർട്ടിക്കകത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞാൽ അത് തെറ്റാകുമോ? മുന്നണി വിടുന്നില്ല എന്ന കാര്യം ജോസ് കെ മാണി പല പ്രാവശ്യം മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ജോസ് കെ മാണി പറയുകയും ചെയ്തു, റോഷിയും പറയുകയും ചെയ്തു. എല്ലാവരും അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ല. അങ്ങനൊരു ചർച്ച വരികയോ അങ്ങനൊരു സാഹചര്യം നിലവിലില്ല. അങ്ങനൊരു സാഹചര്യം നിലവിലില്ല. ഈ ഒരു ജാഥയുടെ ലീഡർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോസ് കെ മാണിയാണ്. അദ്ദേഹത്തിന് അസൗകര്യമുണ്ടെങ്കിൽ ഈ ജാഥയെ നയിക്കുന്നത് ആരായിരിക്കും? പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയും പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും തീരുമാനിക്കുന്നതിന് പാർലമെൻ്ററി കമ്മിറ്റിയും തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. വന്നാൽ അങ്ങനെ ആയിരിക്കും തീരുമാനം. ഇപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ രണ്ടഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് നിൽക്കുന്നു. UDF പോകണോ പോകണ്ടോ എന്നുള്ളതാണ് വാർത്തകൾ. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചത് കേരള കോൺഗ്രസ് വീണ്ടും പിളർപ്പിലേക്ക് പോകുമോ? റോഷി അഗസ്റ്റിൻ സ്വീകരിക്കുന്ന നിലപാട് ജോസ് കെ മാണി സോണിയാഗാന്ധിയുമായി നേരിട്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്തു. ആ നിലയിലാണെങ്കിൽ അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ കൂടിയാണ് എന്ത് തീരുമാനമെടുക്കണമെന്നതെ സംബന്ധിച്ച്. ഇപ്പോൾ മറ്റന്നാൾ എറണാകുളത്ത് നടക്കാൻ വേണ്ടി പോകുന്ന ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ ഏതാണ്ട് എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ ഒന്ന് പ്രതിരോധിച്ച് നിർത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പാർട്ടിയുടെ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്തകളിലൂടെ കാണുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുക? പാർട്ടിയിൽ ഒരു പ്രതിസന്ധിയുമില്ല. ജോസ് കെ മാണിയും റോഷിയും MLA-മാരും പാർട്ടി നേതാക്കന്മാരെല്ലാം ഒറ്റ ടീമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു വിഭാഗീയത ഈ പാർട്ടിയിലില്ല. ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾക്കപ്പുറം റോഷിക്കോ അല്ലെങ്കിൽ MLA-മാർക്കോ നമുക്കോ ഒരു തീരുമാനമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പ്രസക്തിയുമില്ല. കണ്ണൂർ ജില്ലയിലെ ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് താങ്കൾ. കണ്ണൂർ ജില്ലയിലെ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഒരു വികാരം ഏത് തരത്തിലാണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി, അതുപോലെ തന്നെ തുടർ ഭരണം ഉണ്ടാകുമെന്ന് LDF പറയുന്നുണ്ടെങ്കിലും അപ്പുറത്ത് UDF വലിയ പ്രതീക്ഷയിലാണ്. ഈ കണ്ണൂർ ജില്ലയിൽ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചൊരു വികാരം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾ ഞങ്ങൾ വിളിച്ചു ചേർക്കുകയും വിശദമായ രീതിയിൽ ചർച്ച നടത്തുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിൽ കമ്മിറ്റിയിൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പരാജയത്തെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ കുറേ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോവുക എന്നല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരില്ല എന്നൊരു ചിന്താഗതി കണ്ണൂർ ജില്ലയിലെ ഒരു പാർട്ടി പ്രവർത്തകനുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3ാം ടേം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 58 സീറ്റുകളിൽ നമുക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലീഡുണ്ട്. ബാക്കി വരുന്നത് 13 സീറ്റാണ്. ബാക്കിയുള്ള 13 സീറ്റുകൾ കവർ ചെയ്യാൻ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന വികസന കാര്യങ്ങൾ, ജനക്ഷേമപരമായ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. വളരെയധികം നന്ദി. ഓക്കെ.